നമസ്കാരം, നമസ്തേ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാ സാഹിബാണ്. വളരെ അവിചാരിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് വിശദീകരിക്കുന്നത്. മറ്റൊന്നും, നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഐക്കൺസ് ഓഫ് ഇന്ത്യയിലെ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ അൽ സന്ദീൽ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ ഫിഷ് ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മൾട്ടി ക്വിസിൻ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള ഏതൊക്കെ അറബിക് ഫുഡുകളാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്, അത്തരം ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫൈസൽ എന്ന് പറഞ്ഞ മലയാളിയായ വ്യക്തിയുടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഫൈസൽ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫൈസൽ എന്ന് വിളിക്കണോ, ഫൈസു എന്ന് വിളിക്കണോ, അല്ലെങ്കിൽ അതെ അതെ. പുതിയ റെസ്റ്റോറൻറ്റിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നല്ല പ്രകൃതിയുമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ഒരുപാട്, അല്ല ലൈവ് അല്ലേ, അല്ലാതെ നോർമലി ഇതായിട്ടുള്ള പ്ലാസ്റ്റിക് മേടകളല്ല, ആർട്ടിഫിഷ്യൽ അല്ലല്ലോ. അപ്പൊ ഇവിടെ ലഭ്യമാകുന്ന ഫുഡും അതുപോലെ വളരെ കറക്റ്റ് സാധനമാണ്. ആർട്ടിഫിഷ്യൽ ഫുഡ് ഇവിടെ കൊടുക്കാൻ അങ്ങനെ താല്പര്യമില്ല അല്ലേ? താല്പര്യമില്ല. അപ്പൊ ഈ നമ്മള് തന്തിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ തന്തിയിലെ ഫുഡിന്റെ സ്പെസിഫിക്കേഷൻസ്? ഇവിടെ ഇവര് സൗദികള് സീ ഫുഡ് നമ്മളിപ്പോ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ സൗദികള്. എന്ന് പറഞ്ഞ പേരെന്തിനെ സൂചിപ്പിക്കുന്നത്? അറബിക് നെയിമാണോ? ഈ ഒരു നാട്ടുപ്രദേശത്തെ നേതാവിനെ സൂചിപ്പിക്കുന്നതാണ്. കുവൈത്തിലെ ഒരു സീരിയലിന്റെ പേരായിരുന്നു. 12 വർഷം നടത്തിയതാണ് ഈ കട. അവര് നമ്മള് വാങ്ങി വിപുലപ്പെടുത്തിയതാണ്. 12 വർഷം മരണപ്പെട്ടു പോയതിന്റെ എല്ലാ അറബികൾ തന്നെയാണ്. അപ്പൊ ഒരു അറബി ലേഡി എന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അവരെ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നത്. അവര് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഉണ്ടാക്കുന്നത് അവരാണ്. അതെ, ശരി. അപ്പൊ അവരിങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണോ ഈ സംരംഭം? അതെ, പുതിയ പുതിയ ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്ത്. ശരി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ മിക്സ് ഉണ്ടാവും? ഇത് അവരുടെ ട്രഡീഷണൽ ഫുഡ് അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും? പിന്നെ നമ്മളിപ്പോ ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് വെയിറ്റ് അനുസരിച്ച് നോക്കി അതിനനുസരിച്ച് മീനും ചോറും കൊടുക്കുന്ന പരിപാടി. അതുകൂടാണ്ട് പാസ്ത, പിന്നെ അങ്ങനത്തെ പരിപാടികള്. ഇവിടെ ഉള്ളവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമ്മുടെ ഇവർക്ക് ഇവരുടെ സാധനം കഴിക്കാൻ ഇഷ്ടം ഈ ഖലീജി ഫുഡുകള്, ഈ അരീസ്, ജരീഷ്, മർഗൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പണ്ട് മുതലേ 100-200 കൊല്ലം മുന്നേ കഴിച്ചിരുന്ന അതേ ഫുഡാണ് നമുക്ക് കൊടുക്കുന്നത്. അത് മാത്രം അത് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഈ ഏരിയയില് ഈ ഒരു കട മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇതുമായിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നും ഇല്ല. നമ്മൾ ഇതിനെ പറ്റിട്ട് നമ്മള് 20 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ബർഗർ ഷോപ്പാണ് ഇവിടെ ബർഗർ ഷോപ്പായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അതുകൂടാതെ തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആദ്യം ഞാൻ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. നമ്മള് ഇപ്പം ഇവിടുത്തെ നിങ്ങളുടെ സ്പെഷ്യൽ ഒരു ഫുഡ് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു അറേബ്യൻ ഫുഡ് മർഗൂക്ക് എന്ന് പറഞ്ഞ സാധനം. മർഗൂക്ക് അതില് ബീഫും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു നല്ല ഇതാണ്. വെജിറ്റബിൾസ് ഒക്കെ കൂടി മറ്റേ ഇതായിട്ട് ആവിയിൽ കുക്ക് ചെയ്ത ടൈപ്പാണ്? അല്ലല്ല, സാധാരണ കുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഒരുപാട് വെജിറ്റബിളും കുറച്ച് മറ്റേ മീറ്റും ആഡ് ചെയ്തിട്ടുള്ള ഒരു. മമ്മൂട്ടിയൊക്കെ കഴിക്കുന്ന ഫുഡായിരിക്കും. അതുപോലെ ഒരു ഗ്ലാമർ താരമാണ് നിങ്ങള്. ഈ ഫിഷ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് പിന്നെ ഇവിടെ ഫ്രഷ് ഫിഷ് വരുന്നത് ഇവിടുന്ന് ഈ അടുത്തൊക്കെ കടലാണല്ലോ മൊത്തം. ഇവിടെ ഇതുണ്ടോ? കത്തീഫിന്ന് വരുന്നത് ഇവിടുന്ന് പിടിക്കുന്ന മീനാണിക്കോ? ലൈവായിട്ട് മേടിക്കും. ഇവിടെ വരുന്ന മീന് ഇവിടുന്ന് പിടിക്കുന്ന മീൻ, ഒമാനിൽ നിന്ന് വരുന്ന മീനില്ല. ശരി. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റ് ഉണ്ടോ? കത്തീഫ് എന്ന് പറയുന്നത് മീൻ പിടിക്കാം അല്ലേ? അപ്പൊ അത് കൊണ്ടുവരുന്ന ഒരു ടീമുണ്ട് കണ്ണൂരിന്ന്. അവര് നമ്മൾ എത്തിച്ചു തരും. നമ്മളത് വെയിറ്റ് നോക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കാം. ഫാമിലി ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പാചക മേഖല ഒന്നുമായിട്ട് ബന്ധമില്ല. അവരെവിടെ ടെക്സ്റ്റൈൽ മേഖലയിലായിരുന്നു ദുബായില്, സുഗ് നൈഫില്. ശരി. സുഗ് നൈഫില് ടെക്സ്റ്റൈലാണ് 8 വർഷം ഉണ്ടായിരുന്നു. ശരി. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു കൊല്ലത്തിന് വേണ്ടി വന്നാണ് ഞാൻ. ഒരു കൊല്ലം. എത്ര കൊല്ലമായി?
20 കൊല്ലം 19 കൊല്ലം കഴിഞ്ഞു. അത് ശരി. 19 കൊല്ലമായിട്ട് ഇപ്പൊ ഇവിടെ സെറ്റിലായി. നമ്മളൊരു സുഹൃത്ത്. സൗദിയാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തൊക്കെയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ദുബായിനാണ് ഇഷ്ടം. നല്ലൊരു ഇതാണോ അതോ ദുബായാണ്? ദുബായിന് ഇഷ്ടം, പക്ഷെ ബിസിനസിന് ഇവിടെയാണ് നല്ലത്. സാമ്പത്തിക നല്ലത്. അതെന്താണ് അതിന്റെ വ്യത്യാസം എന്ന് പറയാമോ? ഗൾഫില് പലരും പറഞ്ഞേക്കുന്നത് ഒരു വർക്കത്തിന്റെ ഒരു ഇത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ബിസിനസ് ചെയ്തവർ വിട്ടുപോകത്തില്ല. അവിടെ എന്തൊക്കെ മെച്ചം കിട്ടുന്ന ഇവിടുന്ന് മെച്ചം കിട്ടുന്നുണ്ട്. ഞാൻ അവിടെ 2-3 ഷോപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ സൂട്ട് നൈഫിൽ തന്നെ അതൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് നമ്മുടെ കുറെ ഇതും പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ചതിയൊക്കെ കൂടിയിട്ട് ഇവിടെ അങ്ങനെ കുറവാണെന്ന് തോന്നുന്നു. എന്നാലും ഉണ്ടെങ്കിലും കുറവാണ്. അത്ര കടുകട്ടിയല്ല, കുറച്ച് ലോല ഹൃദയന്മാരാണ്. അത് ശരി. വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ അതോ? ഉമ്മുണ്ട് ഇവിടെ, മകളുണ്ട്. പിന്നെ മക്കളൊക്കെ മോള് കസാഖിസ്ഥാനില് MBBS ചെയ്യണം. അത്രയും വലിയ മക്കളൊക്കെ ഉണ്ടെന്ന്. മൂത്താളാണ്. മൂത്താള്. പിന്നെ രണ്ടാമത്തത് റഹീം. അവന് നാട്ടിലെന്താണ് പഠിക്കാൻ അവര് വിടാത്തത്? അവിടെ നാട്ടിലാണ് ഇപ്പൊ മർക്കസിലാണ് പഠിക്കുന്നത്. മർക്കസ് നോളജ് സിറ്റിയില് ഫ്ലാറ്റ് എടുത്തിട്ട് അവരുടെ വൈഫും മക്കള് 2 പേരും. മോള് 3rd year ആയി കസാഖിസ്ഥാനിൽ മെഡിസിനിൽ. ഫൈസല്, നമുക്ക് ഇവിടെ മറ്റുള്ള ഹോട്ടലിൽ ലഭിക്കാത്ത സാധനം എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? അരീസ്, ജരീഷ്, മർഗൂക്ക്, പറഞ്ഞ എനിക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലാവും. അസീദ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അറബികൾക്ക് അറിയാൻ പറ്റും. അറബിക് ഫുഡാണ്. അറബിക് ഫുഡ്. കവാറ എന്ന് പറയും, പായ എന്നൊക്കെ അമ്മ പറയുന്ന പായ, ആട്ടുംകാല്, ഇതൊക്കെ അത് ഇവരുടേതായ രീതിയിൽ. ഇവരുടേതായ രീതിയിൽ അതിനൊക്കെ പ്രത്യേകം ആൾക്കാർ തന്നെയാണോ? നമ്മുടെ ഇപ്പൊ ഉള്ള ആള് തന്നെയാണോ? 3 കുക്ക് ഉണ്ട് നമ്മളില്. ആ ട്രഡീഷണൽ ഫുഡിന് ഒരു കുക്കണം, പിന്നെ മറ്റുള്ള സാധനത്തിന് വേറെ ആണ്. പിന്നെ മീന് നമ്മളെ തലശ്ശേരിത്തെ ഒരു കുക്കണം. ദുബായിലേക്ക് വരുന്ന ആദ്യത്തെ ഫ്ലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാട്ടിലെന്തായിരുന്നു? നാട്ടില് ഡിഗ്രി മൂത്തപ്പ നിർബന്ധിച്ച് അങ്ങനെയുണ്ടല്ലോ. ദുബായിലുണ്ടായിരുന്നു. ദുബായിൽ പോയി എത്ര നാള് ജോലി ചെയ്ത്? എന്ത് ജോലിയായിരുന്നു? 8 കൊല്ലം ആ കടയിലുണ്ടായിരുന്നു. സെയിൽസ് ആണോ? സെയിൽസില്. ടെക്സ്റ്റൈല്, അറബി ഡ്രസ്സുകള്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് 2-3 ഷോപ്പ് ഇട്ട അവിടെ. പിന്നെ നഷ്ടത്തിലായി. ഫുഡ് ഇൻഡസ്ട്രീസിലേക്ക് വരാനുള്ള കാരണം യാദൃശ്ചികമായിട്ട് വന്നു. നമ്മുടെ സുഹൃത്ത് ഇപ്പൊ റഹീം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ അവൻ നിർബന്ധിച്ച് 1 കൊല്ലത്തിന് അവന്റെ അമ്മാശന്റെ വൈഫിന്റെ വാപ്പട കബടിലൊന്ന് പോയ 1 കൊല്ലം നിന്നാ മതി, കഴിഞ്ഞിട്ട് നീ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കണം. അപ്പൊ ഞാൻ ലണ്ടനിലേക്ക് ഒരു പരിപാടി ചെയ്തിട്ട് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ 1 കൊല്ലത്തിന്റെ ഇടയിൽ അവന് ആക്സിഡന്റ് മരണപ്പെട്ടു പോയി, ഈ റഹീം എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇവിടെ എത്തി. ഇവിടെ ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? 19 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ എത്ര വർഷം? 30-ൽ മേലെ സംഭവങ്ങളായി. ഇല്ല, 96-ൽ വന്നതാ. 96-ൽ അല്ല, ദുബായില് വിമാനം കയറുമ്പോ. അപ്പൊ അങ്ങനെ അത്തരം ജീവിത എക്സ്പീരിയൻസിലൂടെയാണ് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രീസിൽ സെറ്റായി. ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം 6 കടകളുണ്ടല്ലേ? ഇത് 8ാമത്തെ ഷോപ്പാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഷോപ്പ് ആദ്യമായിട്ട് പരീക്ഷിക്കാണ്. ഈ ടൈപ്പ് ആദ്യമായിട്ടാണ്. ബാക്കിയൊക്കെ ഏതൊക്കെ കടകളൊന്ന് പറയാമോ? ഇവിടെ BBQ എന്ന് പറഞ്ഞ 3 ഷോപ്പുണ്ട്. BBQ ബാർബിക്യൂ. അത് ചെറിയ രീതിയായിരുന്നു. അപ്പൊ അതിനെ നമ്മള് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ ആക്കി. നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ 3 ഷോപ്പ് അങ്ങനത്തെ ബാർബിക്യൂവിന് 3 ഷോപ്പുണ്ട്. പിന്നെ ഈ തട്ടുകട മാതിരിയുള്ള സാധാരണ അതൊക്കെ ഈ പരിസരങ്ങൾ അടുത്ത് ഈ പരിസരത്ത് തന്നെ 4 ഷോപ്പുണ്ട്. പിന്നെ ഷാത്തി എന്ന് പറഞ്ഞിട്ട് ലുലുവിന്റെ അടുത്ത് 2 ഷോപ്പുണ്ട്. പിന്നെ ഖത്തീഫ് ഏരിയയില് ഒരു കട. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഏരിയ ഖത്തീഫിലാണ്. ഇവിടെ കത്തിയല്ലല്ലോ, പിന്നെ അവിടെ നല്ല റീസണബിൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വലിയ മൾട്ടി കുഷനായിട്ട് അങ്ങനൊന്നും അല്ലല്ലോ അല്ലേ? ചെറിയ ഇതിന് നമ്മൾ ഉദ്ദേശിച്ചത് ഈ കട ഇതിലാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പില്. എനിവേ, ഇപ്പൊ നമ്മുടെ പുതിയ ഈ ഗവൺമെന്റിന്റെ പല രീതിയിലുള്ള ചേഞ്ച് ഓവറുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ?
ഇവിടുത്തെ ഇപ്പൊ ഈ കട ഇത് എന്റെ പേരിൽ നമ്മൾ കമ്പനി ആക്കിയിട്ട് ഉണ്ടാക്കിയാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. ആദ്യം പറ്റില്ലായിരുന്നു. ഇപ്പൊ LLC ആക്കിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ ഷോപ്പ്. എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ ഒരു റിലാക്സ് ആയ മാതിരി തോന്നുന്നു. പക്ഷെ സാമ്പത്തികമായിട്ട് ഒരുപാട് നമ്മള് ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും ഫീസും കാര്യങ്ങളൊക്കെ നല്ല കൂടുതലാണ്. എന്നാലും അതിന്റെ ഒരു പ്രോഫിറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും അന്ന് വിചാരിക്കുന്നു. റണ്ണിങ്ങിലൂടെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കരുതുന്നത്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് ഇതുപോലൊരു ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു വിജയമന്ത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യാം, സത്യസന്ധമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ, ആ 2 കോഡുകളാണ് നമുക്ക് മെയിനായിട്ട് നല്ല രീതിയിൽ ഒരു ബിസിനസ്മാനായി മാറാൻ. പുതിയ തലമുറയ്ക്ക് ഈ ഒരു വിജയമന്ത്രം തന്നെയാണ്. ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ സൗദി അറേബ്യ ഒരുപാട് ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ വിസ ഫ്രീ ആയത് കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ചാൻസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ. ഒരുപാട് കട കൂടുന്നോണ്ട് കച്ചവടം കൂടാനേ സാധ്യതയുള്ളൂ. അല്ലാതെ പിന്നെ നമുക്ക് ഒരു ചെറിയ ഹൈജീനിറ്റിയുടെ ഭാഗത്ത് ഈ ചെക്കിങ് എല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാട്ടില് പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഫുഡ് കഴിച്ചുള്ള ഫുഡ് പോയിസൺസും അപകടങ്ങളൊക്കെ അതിനൊന്നും ഒരു ചാൻസ് കൂടെ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ എത്ര ക്ലിയർ ആയാലും അവരെന്തെങ്കിലും കണ്ടുപിടിക്കും. അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഫൈൻ അടക്കാനായിട്ട് ഒരു സംഖ്യ മാറ്റി വെച്ചേ പറ്റും. ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും അവർ കണ്ടുപിടിക്കും. ചെറിയ എന്തെങ്കിലും കണ്ടാലും അവര് കേരള പോലീസിനെ പോലെയാണ്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയകരമായ മുന്നോട്ടുള്ള പോക്ക് ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കാനും പഠിച്ച എല്ലാവിധ ഹൈറും നൽകട്ടെ. വളരെ